മരണവീട്ടിലേക്ക് പോവുകയായിരുന്ന സഹോദരന്മാരെ ബൈക്ക് തടഞ്ഞു നിർത്തി നടത്തിയ ആക്രമണത്തിൽ യുവാവ് ദാരുണമായി കൊല്ലപ്പെട്ട വാർത്തയാണ് ഇന്നത്തെ ക്രൈം റിപ്പോർട്ട് നമ്പർ 1. ഇന്നലെ രാത്രി കാസർഗോഡ് ഉദുമയിലാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ സഹോദരൻ അപകടനില തരണം ചെയ്തു. ആളുമാറി നടത്തിയ ആക്രമണമാണിതെന്നാണ് ആക്രമികളുടെ സംഭാഷണം നൽകുന്ന സൂചനകൾ. ബന്ധുവിന്റെ ആകസ്മിക മരണവിവരമറിഞ്ഞ് ബന്ധുവീട്ടിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന സഹോദരങ്ങളായ യുവാക്കൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ മൂത്ത സഹോദരനാണ് മരിച്ചത്. ഇളയ സഹോദരന് ഗുരുതരമായി പരിക്കേറ്റു. കാസർഗോഡ് പള്ളിക്കര മുക്കൂട് സ്വദേശിയും ഉദുമ കണ്ണംകുളത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ 32 വയസ്സുള്ള ഷാഹുൽ ഹമീദാണ് മരിച്ചത്. ഇളയ സഹോദരൻ ബാദുഷയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇന്നലെ അർദ്ധരാത്രിയോടെ ബന്ധുവിന്റെ ഉദുമ പടിഞ്ഞാറിലെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ഒരു സംഘം ആളുകൾ ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഷാഹുൽ ഹമീദ് ഇന്ന് പുലർച്ചെ മരിച്ചു. സഹോദരൻ ബാദുഷ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ആളുമാറി നടത്തിയ ആക്രമണമാണിതെന്ന് സംശയിക്കുന്നു. അക്രമികളിൽ ഒരാൾ ആളുമാറിയെന്ന് വിളിച്ചു പറഞ്ഞതാണ് ഇതിനു കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദുമയിൽ സമാന രീതിയിലുള്ള ആക്രമണങ്ങളുടെ തുടർച്ചയാണ് ഈ കൊലപാതകമെന്ന് സംശയിക്കുന്നു. ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 5 ടൺ അമോണിയം നൈട്രേറ്റ് പിടികൂടിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി. വളത്തിന്റെ കൂടെ 100 ചാക്കുകളിലായി കടത്താൻ ശ്രമിച്ച സ്ഫോടക വസ്തുവാണ് പാലക്കാട് വേലന്താവളം ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം പിടികൂടിയത്. ക്ലീനർ തിരുവണ്ണാമല സ്വദേശി രാജയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അമോണിയം നൈട്രേറ്റ് കടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. പാറ പൊട്ടിക്കാൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ശക്തിയേറിയ സ്ഫോടക വസ്തുവാണ് അമോണിയം നൈട്രേറ്റ്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വേലന്താവളം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് അമോണിയം നൈട്രേറ്റ് കണ്ടെത്തിയത്. കോഴിക്കോട്ടേക്ക് വളം കൊണ്ടുവരികയായിരുന്ന ലോറിയിൽ 100 ചാക്കുകളിലായി 5000 കിലോ സ്ഫോടക വസ്തുവാണ് കടത്താൻ ശ്രമിച്ചത്. പരിശോധനയ്ക്ക് ലോറി തടഞ്ഞ ഉടനെ ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ക്ലീനർ തിരുവണ്ണാമല സ്വദേശി രാജ എന്നാളെ എക്സൈസ് പിടികൂടി കൊഴിഞ്ഞാമ്പാറ പോലീസിൽ ഏൽപ്പിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീകുമാർ: അത് പോലീസുകാരാണ് തീരുമാനിക്കുന്നത്. RC കൊണ്ടറും കടത്തിക്കൊണ്ടുവന്ന ആൾക്കാരെല്ലാം പ്രതികളാവും. നിയമപ്രകാരം അമോണിയം നൈട്രേറ്റ് കൈവശം സൂക്ഷിക്കുന്നതിന് പരിധിയുണ്ട്. മലബാറിലെ ക്വാറികളിലേക്ക് കടത്തിയതാണെന്നാണ് സംശയം. എങ്കിലും ഇത്രയും അധികം അളവിൽ സ്ഫോടക വസ്തു കടത്താൻ ശ്രമിച്ചത് ദുരൂഹമാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. തമിഴ്നാട്ടിൽ നിലവിൽ അമോണിയം നൈട്രേറ്റ് നിർമ്മാണത്തിലില്ല. ആന്ധ്രാപ്രദേശിൽ നിന്നാവാം ലോഡെന്നാണ് നിഗമനം. ലോറി ഉടമ, ഡ്രൈവർ, ലോഡ് ഏറ്റുവാങ്ങുന്നയാൾ എന്നിവർ ആരൊക്കെയെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആലപ്പുഴ സായി ആത്മഹത്യാ സംഭവത്തിൽ പോലീസ് അന്വേഷണം പ്രഹസനമെന്ന് ആശുപത്രിയിൽ കഴിയുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ അന്വേഷണമില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. സായി സ്പോർട്സ് സെന്ററിലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നു. കുറ്റാരോപിതരായ പെൺകുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും ഇവർ പറഞ്ഞു. അവർക്ക് തീരെ സഹികെട്ടാണ് അവരിത് ചെയ്തത്. അതുമല്ല, അവരോട് പറയാൻ വയ്യാത്ത രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് പിന്നെ നിങ്ങൾ അവിടെ പോയി ഇവിടെ പോയി നാളെ വേറെ രീതി ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞതിന് അത് സങ്കടം സഹിക്കാൻ വയ്യാതാണ് അവർ ചെയ്തത്. 6 പെൺകുട്ടികൾക്കെതിരെയാണ് ആലപ്പുഴ SP സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അമ്പലപ്പുഴ MLA G സുധാകരനും ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ കഴിയുന്ന പെൺകുട്ടികളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയൊരു സ്ഥാപനമല്ലേ ഈ സായി എന്ന് പറഞ്ഞാൽ, വലിയൊരു സ്ഥാപനമാണ്, രാജ്യത്തിന് അഭിമാനമാണ്, നല്ലതൊന്നും പറയാൻ പറ്റില്ല. അതിനെപ്പറ്റി നമുക്ക് തർക്കമില്ല. പക്ഷേ അതിൻ്റെ ഭരണം വളരെ വൈകല്യമുള്ളതാണ്, കുത്തഴിഞ്ഞതാണ്. അതാണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത സ്പോർട്സ് പരിശീലനം എന്നാണ് ഞാൻ പറയുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് കസ്റ്റഡിയിൽ കഴിയുന്ന മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെയും സംഘത്തെയും കേരള പോലീസ് ചോദ്യം ചെയ്തു. ആഭ്യന്തര സുരക്ഷാ അന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കേരളത്തിലെ മാവോയിസ്റ്റ് ആക്രമണങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. മാവോയിസ്റ്റ് നേതാവ് മല്ലരാജ റെഡ്ഡിയെ രൂപേഷ് ഒളിവിൽ താമസിപ്പിച്ചതായും തെളിഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര സുരക്ഷാ അന്വേഷണ വിഭാഗം SP A അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് കസ്റ്റഡിയിൽ കഴിയുന്ന രൂപേഷിനെയും കൂട്ടാളികളെയും ചോദ്യം ചെയ്തത്. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ സംഘത്തിന് കേരളത്തിൽ നടന്ന മാവോയിസ്റ്റ് ആക്രമണങ്ങളെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭിച്ചു. വയനാട്, അട്ടപ്പാടി തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന ആക്രമണങ്ങൾ, ഈ മേഖലകളിൽ നടന്ന പോസ്റ്റൽ പ്രചരണം, ലഘുലേഖ വിതരണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു. മാവോയിസ്റ്റ് നേതാവ് മല്ലരാജ റെഡ്ഡിയെ കേരളത്തിൽ ഒളിവിൽ താമസിപ്പിച്ചതായി രൂപേഷ് സമ്മതിച്ചതായാണ് പോലീസ് നൽകുന്ന വിവരം.
വിശദമായ ചോദ്യം ചെയ്യൽ കേരള പോലീസിന് ഇവരെ കസ്റ്റഡി ലഭിച്ച ശേഷമാകും നടക്കുക. ക്യൂബ് ബ്രാഞ്ച് കസ്റ്റഡിയിൽ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നതായും പോലീസ് പറഞ്ഞു. വിശദമായ അന്വേഷണം നടത്തേണ്ടതിനാൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല. ക്യൂബ് ബ്രാഞ്ച് സംഘം വയനാട്, കൊച്ചി എന്നിവിടങ്ങളിൽ രൂപേഷിനെയും കൂട്ടാളികളെയും എത്തിച്ച് തെളിവെടുക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. കേരള പോലീസുമായി ആലോചിച്ചാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊല്ലം കുണ്ടറയിൽ മാവോയിസ്റ്റുകളെന്ന് പറഞ്ഞ് പോലീസ് 2 പേരെ പിടികൂടി. ആനന്ദൻ, രമണൻ എന്നിവരെയാണ് പിടികൂടിയത്. രൂപേഷിന് ഇവർ സിം കാർഡ് എടുത്തു കൊടുത്തുവെന്ന് പോലീസ് പറയുന്നു. കുണ്ടറ സ്വദേശിനികളായ വിജിയും പ്രീതയും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ശാസ്താംകോട്ട സ്വദേശികളായ രമണനും ആനന്ദനും പോലീസ് പിടിയിലാവുന്നത്. തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് സിം കാർഡ് വാങ്ങിയതിനെതിരെയാണ് പരാതി. മൈക്രോ ഫിനാൻസ് തരപ്പെടുത്തി കൊടുക്കാമെന്ന വ്യാജേന രമണന്റെ നിർദ്ദേശപ്രകാരം 15ഓളം യുവതികളിൽ നിന്ന് ആനന്ദൻ ഫോട്ടോയും തിരിച്ചറിയൽ കാർഡും വാങ്ങിയിരുന്നു. ഇതുപയോഗിച്ചാണ് രൂപേഷനും അനൂപെന്ന മാവോയിസ്റ്റിനും സിം സംഘടിപ്പിച്ച് നൽകിയത്. മാവോയിസ്റ്റുകൾ ഭീകരവാദികളല്ലെന്നും ഭരണകൂടമാണ് ഏറ്റവും വലിയ ഭീകരവാദം നടത്തുന്നതെന്നും പിടിയിലായ രമണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മാവോയിസ്റ്റുകൾ ഭീകരവാദികളൊന്നുമല്ല. കേരളത്തിലെ മാവോയിസ്റ്റാണോ അങ്ങനെ കേരളത്തിലെ മാവോയിസ്റ്റുകൾ ഇന്ത്യയിലും മാവോയിസ്റ്റുകളെ പ്രത്യേകം തിരിക്കേണ്ട കാര്യം. അത് ആഹാരമില്ലാതെ പോഷകാഹാരമില്ലാതെ ഇന്ത്യയിൽ മരിക്കുന്ന കുട്ടികളുടെ ഉത്തരവാദിത്വം ആർക്കാണ്? ഭരണകൂടത്തിന്. ഭരണകൂടം കൊല്ലുന്ന ആളുകളെ പോലെ മാവോയിസ്റ്റുകൾ ആരും കൊല്ലുന്നില്ല. അതെ. CPI, ML, റെഡ് ഫ്ലാഗ് തുടങ്ങിയ സംഘടനകളിൽ രമണൻ നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിടിയിലായ ആനന്ദനും മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്നും പോലീസ് ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തലകീഴായി മറിഞ്ഞ ടിപ്പറിനുള്ളിൽ അരമണിക്കൂറോളം കുടുങ്ങിയ ഡ്രൈവറെ സാഹസികമായി രക്ഷപ്പെടുത്തിയത് തൊടുപുഴയിലാണ്. ടിപ്പർ കയറിൽ കെട്ടി ഉയർത്തി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ക്യാബിൻ വാതിൽ മുറിച്ചു മാറ്റിയാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. സാരമല്ലാത്ത പരിക്കുകളോടെ ഡ്രൈവർ മാനുവലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നഗരമധ്യത്തിൽ ബംഗ്ലാംകുന്നിലാണ് സംഭവം. പാറമണലുമായി പോവുകയായിരുന്ന ടിപ്പർ റോഡിന്റെ തിട്ടയിടിഞ്ഞ് തലകീഴായി മറിയുകയായിരുന്നു. ഡ്രൈവർ മാനുവൽ വാഹനത്തിനുള്ളിൽ കുടുങ്ങി. ഏറെ സാഹസികമായാണ് ഡ്രൈവറെ വാഹനത്തിനുള്ളിൽ നിന്നും പുറത്തെടുത്തത്. കയറിൽ കെട്ടി ടിപ്പർ ഉയർത്തി നിർത്തിയ ശേഷം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ക്യാബിൻ വാതിൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഇതിനിടയിൽ വാഹനത്തിനുള്ളിൽ ഡ്രൈവർ ബോധരഹിതനായി. ഒടുവിൽ ഏറെ സാഹസികമായി ക്യാബിന്റെ മുറിച്ചു മാറ്റിയ ഭാഗത്തുകൂടി ഡ്രൈവറെ പുറത്തെടുക്കുകയായിരുന്നു. വണ്ടി മറിഞ്ഞെങ്കിലും ക്യാബിൻ വാതിൽ തുറന്നു പോകാതിരുന്നതാണ് മാനുവലിന് രക്ഷയായത്. നിസാര പരിക്കുകളോടെ മാനുവലിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെട്ടെന്ന് മറിഞ്ഞു, അതെനിക്ക് ഓർമ്മയുള്ളൂ. അന്നേരത്തിനും അത് എങ്ങനെ മറിഞ്ഞെന്ന് വെച്ചാൽ സൈഡ് ഇടിഞ്ഞ് പോയത്, അടി തള്ളിപ്പോയി. അത് കെട്ടിടിഞ്ഞ് പോയിട്ട് താഴോട്ട് മറിയത്. കാല് ക്യാബിനടുത്ത് കുടുങ്ങിപ്പോയി. ഇറങ്ങി പോരാൻ പറ്റില്ല. സ്റ്റീറിംഗ് വന്ന് ഇങ്ങനെ സ്റ്റക്കായിപ്പോയി. സ്റ്റീറിംഗ് മുറിച്ച് മാറ്റിയിട്ടായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം ഏറെ സാഹസികമായിരുന്നു. എന്നാൽ രക്ഷാപ്രവർത്തനത്തിന് പോലീസ് എത്താതിരുന്നത് പ്രതിഷേധത്തിനിടയാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൃശൂർ കുതിരാനിലുണ്ടായ വാഹനാപകടത്തിൽ കോതമംഗലം സ്വദേശികളായ 3 പേരാണ് മരിച്ചത്. ലോറിക്ക് പിന്നിൽ കാറിടിച്ചാണ് അപകടം. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ദേശീയപാത 47-ൽ രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. പാലക്കാട് നിന്ന് കോതമംഗലത്തേക്ക് പോയ കാറും തൃശൂരേക്ക് വന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. കോതമംഗലം സ്വദേശികളായ നിവേദ്, നവനി, തങ്ക, വത്സ എന്നിവരാണ് മരിച്ചത്. സഡൻ ബ്രേക്കിട്ട ലോറിയുടെ പിന്നിൽ കുടുംബം സഞ്ചരിച്ച കാർ ഇടിക്കുകയായിരുന്നു. കാറിന് പിന്നിൽ മറ്റൊരു ലോറിയും ഇടിച്ചതോടെ കാർ പൂർണ്ണമായി തകർന്നു. മുന്നിലത്തെ ലോറി ചവിട്ടി, അപ്പോൾ ഇവന് ചവിട്ടി കിട്ടിയിട്ടില്ല കാറുകാരന്. ലോറി ബാക്കിലത്തെ ലോറിയുടെ ആ 10 വീലും തിരിഞ്ഞുകൊണ്ടാണ് വന്നത്. ചവിട്ടിയിട്ട് ഇറക്കമാണ്. മഴയാണെങ്കിൽ ഇതല്ലായിരുന്നു അവസ്ഥ, ഒന്നും ഉണ്ടാവില്ലായിരുന്നു. മഴയില്ലാത്തത് കുറച്ച് ഭാഗ്യമായി അവരെ. കാറിലുണ്ടായിരുന്ന മറ്റുള്ളവരായ പ്രതാപ്, ആശ എന്നിവരെ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ആശയുടെ നില ഗുരുതരമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയിൽ സ്ത്രീ മരിച്ചത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുറ്റിക്കോൽ വളവ് സ്വദേശിനി ലക്ഷ്മിയാണ് ശസ്ത്രക്രിയയെ തുടർന്ന് മരിച്ചത്. ചികിത്സയിലെ പിഴവാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ENT സർജന്റെ നേതൃത്വത്തിലാണ് കുറ്റിക്കോൽ വളവിലെ 47-കാരിയായ പി ലക്ഷ്മിയെ തൈറോയിഡ് ചികിത്സയുടെ ഭാഗമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ലക്ഷ്മിയെ മുറിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ നില മോശമായതിനെ തുടർന്ന് പിന്നീട് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. വൈകാതെ തന്നെ ലക്ഷ്മി മരിച്ചു. ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായതായി സംശയം തോന്നിയതിനെ തുടർന്ന് ബന്ധുക്കൾ കാസർഗോഡ് പോലീസിലും ജനറൽ ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകി.
തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തു. തൈറോയിഡിന് ശസ്ത്രക്രിയ നടത്തിയ ഭാഗത്തുണ്ടായ അമിത രക്തസ്രാവത്തെ തുടർന്നാണ് ലക്ഷ്മി മരിച്ചതെന്ന് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ പ്രൊഫസർ എസ് ഗോപാലകൃഷ്ണൻ തയ്യാറാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചികിത്സാ പിഴവ് വ്യക്തമാക്കുന്നതിനാൽ തുടർ നടപടി സ്വീകരിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അധികൃതരോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോപ്പിയടി വിവാദത്തിൽ ഐജിയെ വെള്ളപൂശിയ ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഐജി കോപ്പി അടിച്ചിട്ടില്ലെന്ന് ADGP ശങ്കർ റെഡ്ഡി റിപ്പോർട്ട് നൽകി. കോപ്പി അടിക്കാൻ ഉപയോഗിച്ച തുണ്ട് പേപ്പർ കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ റേഞ്ച് ഐജി TJ ജോസിനെ കോപ്പിയടിക്കുന്നതിനിടെ പിടികൂടിയ സംഭവത്തിൽ ADGP ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. ഐജിയെ വെള്ളപൂശുന്നതാണ് ആഭ്യന്തര വകുപ്പ് നടത്തിയ അന്വേഷണം. ഐജി തുണ്ടുകടലാസ് നോക്കി കോപ്പിയടിക്കുന്നത് കണ്ടെന്ന് ഇൻവിജിലേറ്റർ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ തുണ്ടുകടലാസ് കണ്ടെത്താൻ ഇൻവിജിലേറ്റർക്കായില്ലെന്ന് ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. 5 പേപ്പറുകളിൽ ഐജി ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ തെറ്റുകളുണ്ടെന്നും കോപ്പിയടിച്ചിരുന്നുവെങ്കിൽ തെറ്റുണ്ടാകുമായിരുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഉത്തരക്കടലാസ് നിയമവിദഗ്ധരെ കാട്ടിയപ്പോൾ പുസ്തകത്തിൽ നിന്ന് അതേപടി പകർത്തി എഴുതിയതല്ല ഐജിയുടെ ഉത്തരങ്ങളെന്നായിരുന്നു വിലയിരുത്തൽ. ADGP നടത്തിയ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് സമർപ്പിക്കും. അതേസമയം ഐജി കോപ്പിയടിച്ചുവെന്ന മൊഴിയിൽ ഇൻവിജിലേറ്റർ ഉറച്ചു നിൽക്കുകയാണെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് MG സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ ഐജി കോപ്പിയടിച്ചതായി തെളിഞ്ഞിരുന്നു. 25-ന് ഐജിയെ സർവകലാശാലയിൽ വിളിച്ചുവരുത്തി മൊഴിയെടുക്കാൻ ഇന്നു ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ LLM പരീക്ഷ എഴുതുമ്പോഴാണ് ഐജി കോപ്പിയടിച്ചതായി ആരോപണമുയർന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നേപ്പാളിനെയും ഇന്ത്യയെയും പിടിച്ചുകുലുക്കി വീണ്ടും ഭൂചലനം. നേപ്പാളിൽ 50ഓളം പേർ മരിച്ചതായാണ് വിവരം. ഇന്ത്യയിൽ മാത്രം 20ഓളം പേർ മരിച്ചു. നേപ്പാളിനെ കൂടാതെ അഫ്ഗാനിസ്ഥാനും ഇന്തോനേഷ്യയുമാണ് പ്രഭവ കേന്ദ്രം. നേപ്പാളിൽ പരക്കെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലും കൊച്ചിയിലും പ്രകമ്പനങ്ങളുണ്ടായി. ഏപ്രിൽ 25-ന് നേപ്പാളിലുണ്ടായ വൻ ഭൂചലനത്തിന്റെ ഭീതി നിലനിൽക്കുമ്പോഴാണ് രാജ്യത്ത് നടുക്കി വീണ്ടും ഭൂമിയുലുങ്ങിയത്. ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റിനു തൊട്ടുതാഴെ നേപ്പാളിലെ കൊഡാരിയാണ് ഇത്തവണത്തെ ഭൂമിയുലുക്കത്തിന്റെ പ്രഭവ കേന്ദ്രം. കഴിഞ്ഞ തവണ ഭൂമിയുലുക്കമുണ്ടായ കാഠ്മണ്ഡുവിന് 83 കിലോമീറ്റർ സമീപത്താണ് കൊഡാരി. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തി. അതിശക്തമായ ഭൂചലനത്തിൽ നേപ്പാളിലും ഇന്ത്യയിലും മരണസംഖ്യ ഉയരുകയാണ്. ഇന്ത്യയിൽ ബീഹാറിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇവിടെ മാത്രം 16ഓളം പേർ മരിച്ചു. ദില്ലി, ബീഹാർ, പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീസ സംസ്ഥാനങ്ങളിൽ റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രതയിൽ ഭൂമിയുലുങ്ങി. 7ഓളം തുടർചലനങ്ങളും രേഖപ്പെടുത്തി. ഇതേസമയം അഫ്ഗാനിസ്ഥാനിലും ഇന്തോനേഷ്യയിലും ഭൂമിയുലുക്കമുണ്ടായിട്ടുണ്ട്. നേപ്പാളിലെ ഭൂചലനമാണ് ഇന്ത്യയെ ബാധിച്ചത്. നേപ്പാളിൽ ആയിരക്കണക്കിന് പേർക്ക് കെട്ടിടം തകർന്ന് പരിക്കേറ്റു. ഭൂമിയുലുക്കത്തെ തുടർന്ന് നേപ്പാൾ പാർലമെന്റ് സമ്മേളനം നിർത്തിവെച്ചു. അംഗങ്ങളെ ഒഴിപ്പിച്ചു. കാഠ്മണ്ഡു വിമാനത്താവളം അടച്ചിട്ടു. ദില്ലിയിലും കൽക്കത്തയിലും മെട്രോയുടെ പ്രവർത്തനം അല്പസമയത്തേക്ക് നിർത്തിവെച്ചെങ്കിലും പിന്നീട് പുനരാരംഭിച്ചു. ഉയർന്ന കെട്ടിടങ്ങളിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിച്ചു. തുടർചലനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഭൗമശാസ്ത്ര കേന്ദ്രം ഡയറക്ടർ അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. जिस भी प्रकार की सहयोग की आवश्यकता होगी नेपाल के बराबर भारत उसके लिए तैयार है। लोग पैनिक हैं दिल्ली में, खासतौर पर घरों से उतर आए हैं, घर पे नहीं जा रहे हैं. लोगों को ऐसा लग रहा है कि दोबारा कुछ नहीं, यहाँ पर किसी को पैनिक क्रिएट करने की कोशिश नहीं करनी चाहिए. ऐसा कोई संकट नहीं है. ഭൂചലനത്തെ തുടർന്ന് രാജ്യത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങിയിരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചിയിലും നേരിയ ഭൂചലനം. നേരത്തെ ഉണ്ടായ ഭാഗങ്ങളിൽ തന്നെ വീണ്ടും ഭൂചലനമുണ്ടായതിനാൽ നാട്ടുകാർക്ക് നടുക്കം വിട്ടുമാറിയിട്ടില്ല. ഭൂചലനത്തെ തുടർന്ന് നിരവധി പേർക്ക് തലകറക്കം അടക്കമുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. കടവന്ത്ര, കലൂർ, പനമ്പള്ളി നഗർ എന്നിവിടങ്ങളിലായിരുന്നു നേരിയ തോതിൽ ഭൂചലനമുണ്ടായത്. പനമ്പള്ളി നഗറിലെ സോളാർ കമ്മീഷൻ ഓഫീസിൽ PC ജോർജ് MLA മൊഴി നൽകുന്നതിനിടെയായിരുന്നു ചലനം. ഇതേ തുടർന്ന് സിറ്റിംഗ് നിർത്തിവെച്ച് ജസ്റ്റിസ് ശിവരാജൻ, PC ജോർജ്, അഭിഭാഷകർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരെല്ലാം 8ാം നിലയിൽ നിന്ന് ഇറങ്ങിയോടി. നേരത്തെയുണ്ടായ അതേ സ്ഥലങ്ങളിൽ വീണ്ടും ഭൂചലനമുണ്ടായതിന്റെ ഭീതിയിലാണ് ജനങ്ങൾ. കസേര നല്ലോണം കുലുങ്ങണ പോലെ ഞങ്ങൾക്ക് തോന്നി. ഓഫീസിലിരിക്കുമ്പോൾ ഫോൺ ചെയ്തോണ്ടിരിക്കരുത്, എന്നാലും കുലുങ്ങി ഞങ്ങൾ ഇറങ്ങി താഴത്തേക്ക് പോന്നു. തലകറക്കമടക്കമുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതായി അനുഭവസ്ഥർ പറയുന്നു. പെട്ടെന്നൊരു ചെറിയൊരു തലകറക്കം ഉണ്ടായി. അപ്പം മുമ്പ് ഇതുപോലെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് അത് ഭൂമിയിലേക്കാണെന്ന് സംശയം. അങ്ങനെയാണ് സഹപ്രവർത്തകരോട് ചോദിച്ചു. സാറിനും ഒക്കെ അനുഭവപ്പെട്ടു എന്ന് പറയുന്നത്. പന്ന്യൻ രവീന്ദ്രൻ സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകുന്നതിനിടെയായിരുന്നു നേരത്തെ ഭൂചലനമുണ്ടായത്. തുടർന്നും സിറ്റിംഗ് അവസാനിപ്പിച്ചിരുന്നു. ബഹുനില കെട്ടിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയത് മണിക്കൂറുകളോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. തുടർചലന സാധ്യത കണക്കിലെടുത്ത് ഏറെ വൈകിയാണ് പലരും ഓഫീസുകളിലേക്കും വീടുകളിലേക്കും തിരിച്ചുപോയത്. ന്യൂസ് ബ്യൂറോ,
കൊച്ചി. ഇടുക്കി മറയൂറിന് സമീപം ചെമ്മൺകുഴിയിൽ കാട്ടാനശല്യം മൂലം പ്രദേശവാസികൾ വലയുന്നു. മറ്റു ഭാഗങ്ങളിൽ വൻകിട കർഷകർ വൈദ്യുതി വേലി സ്ഥാപിച്ചതാണ് കാട്ടാനക്കൂട്ടം ഈ ഭാഗങ്ങളിലേക്ക് എത്താൻ കാരണം. വീട്ടുമുറ്റത്ത് പോലും എത്തുന്ന കാട്ടാനക്കൂട്ടം കണ്ണിൽ കാണുന്നതെല്ലാം നശിപ്പിച്ച ശേഷമാണ് മടങ്ങുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ചെമ്മൺകുഴി ഭാഗത്ത് വൈകുന്നേരമായാൽ കാട്ടാനക്കൂട്ടം എത്തും. ഒറ്റയാനും 4 കാട്ടാനകളുമുള്ള ഒരു സംഘവുമാണ് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത്. വീട്ടുമുറ്റത്ത് പോലും ഒറ്റയാനെത്തുന്നത് ഇവരെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഓടിക്കാൻ ശ്രമിച്ചാൽ ഒറ്റയാൻ അക്രമാസക്തനാകും. മിക്ക വീടുകളുടെയും മേൽക്കൂരയും കഥകളും മറ്റും കാട്ടാനകൾ നശിപ്പിച്ച നിലയിലാണ്. ഇപ്പൊ ഒത്തിരി ബുദ്ധിമുട്ടായി. ഈ ഒരാഴ്ചയായിട്ട് ഇതിൽ കൂടി വരുക. ഇവർ എർത്ത് വെച്ച കാരണം താഴോട്ട് കൂടി വരുന്നില്ല. ഇതിൽ കൂടി അപ്പച്ചന്റെ കാട്ട് പോലെ ഇത് കൂടി വന്നേച്ച് ഇതില് 3 ചക്കമരമുണ്ട്. അതിൽ ഒവ്വൊരു ചക്കമരത്തിലും ഒവ്വൊരു ആനയായിട്ട് നിൽക്കുക. എന്നുവെച്ച് അന്ന് വന്ന് തിങ്കളാഴ്ച ആയപ്പോ ഞങ്ങൾ രാവിലെ എന്നിച്ച് നോക്കിയപ്പോ ആനയുടെ ശല്യം ഒത്തിരി ഉണ്ടായിരുന്നു. 2 മണിയായപ്പോ വന്നു. അവിടെ വന്നപ്പോ ഇവിടെ ആന വരുന്നുണ്ട്. കൃഷി നശിപ്പിക്കുന്നത് വീടുകൾക്ക് നേരെ അക്രമം നടത്തുന്നതും പതിവാണ്. കാട്ടാനക്കൂട്ടത്തിൽ നിന്നും കൃഷി സംരക്ഷിക്കാനാവാതെ കർഷകർ വലയുകയാണ്. ഇവിടെ കാട്ടാനയുടെ ശല്യം കൊണ്ട് ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാതായി. 40 കൊല്ലം പാടുപെട്ടുണ്ടാക്കിയ തെങ്ങൊക്കെ ആണെങ്കിൽ പറഞ്ഞ നേരം കൊണ്ട് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഇതിനുള്ള ഒരു ആനുകൂല്യം ന്യായമായിട്ടുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തരുന്നുണ്ടോ? അതുമില്ല. ഇനി എന്ത് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു പിടിയില്ല. മറ്റു ഭാഗങ്ങളിൽ വൻകിട കർഷകർ സൗരോർജ്ജ വേലി സ്ഥാപിച്ചതാണ് ചെമ്മൺകുഴി ഭാഗത്തെ കർഷകർക്ക് വിനയായത്. കാട്ടാന ശല്യത്തിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കാൻ വനം വകുപ്പും ജില്ലാ ഭരണകൂടവും ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പെരുമ്പാമ്പ് ആട്ടിൻകുട്ടിയെ വിഴുങ്ങുന്നത് ഒരു സാധാരണ സംഭവമായിരിക്കും. എന്നാൽ ചത്ത ആട്ടിൻകുട്ടിയെ പതിയെ വിഴുങ്ങുന്ന പെരുമ്പാമ്പിന്റെ ദൃശ്യം കണ്ടതിന്റെ ഞെട്ടലാണ് പശ്ചിമ ബംഗാളിലെ ഗ്രാമവാസികൾ. ഇന്ന് ആ കാഴ്ചയുമായാണ് ക്രൈംബ്രാഞ്ച് വിട പറയുന്നത്. നമസ്കാരം. ഇത് ഉൾവനത്തിലോ കൊടുങ്കാട്ടിലോ നടന്ന ഒരു സംഭവമല്ല. പശ്ചിമ ബംഗാളിലെ ഗർക്കുത്ത ഗ്രാമത്തിലാണ് പ്രദേശവാസികളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പെരുമ്പാമ്പ് വില്ലനായി മാറിയത്. ഫോട്ടോഗ്രാഫറായ റോണി ചൗധരിയുടെ ക്യാമറയിൽ പകർന്ന ദൃശ്യങ്ങളാണിത്. ചത്ത ആട്ടിൻകുട്ടിയെ ആർത്തിയോടെ ഒരു പെരുമ്പാമ്പ് വിഴുങ്ങുന്ന അത്യപൂർവമായ കാഴ്ചയാണ് ഗ്രാമവാസികളെ അത്ഭുതപ്പെടുത്തിയത്. ആട്ടിൻകുട്ടിയെ വായിലാക്കി 1 മണിക്കൂറിനുള്ളിൽ തന്നെ പെരുമ്പാമ്പ് പൂർണ്ണമായും അകത്താക്കി. ഗ്രാമവാസികൾ നോക്കി നിൽക്കെയായിരുന്നു തന്റെ ഇരയെ പതിയെ പെരുമ്പാമ്പ് അകത്താക്കിയത്. ആർത്തിയോടെ ആട്ടിൻകുട്ടിയെ വിഴുങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാമ്പ് വനത്തിലേക്ക് കടന്നുകളഞ്ഞതായും ഗ്രാമവാസികൾ പറയുന്നു. ഉൾവനത്തിൽ ഇത്തരം സംഭവങ്ങൾ സ്വാഭാവികമാണെങ്കിലും ഗ്രാമത്തിനുള്ളിൽ തന്നെ നടന്ന ഈ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു. ഏതായാലും ആട്ടിൻകുട്ടിയെ വിഴുങ്ങിയ പെരുമ്പാമ്പിന്റെ ദൃശ്യം നേരിട്ട് കണ്ടതിന്റെ ഞെട്ടലിൽ നിന്നും ഗർക്കുത്ത ഗ്രാമത്തിലെ ഗ്രാമവാസികൾ ഇതുവരെയും മാറിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്.